fascinated by it. Vinaydas felt fascinated, and one night I started thinking in terms of taking sannyas. I said, there is a limit. I must get out of this place. Because this man, maybe some power in him, he is hypnotizing. So I ran away to Badrinath. Why to decide? ഹരിയോം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം ചിന്മയാനന്ദ സ്വാമിയുടെ ദേഹയോഗം സമാധിക്ക് ശേഷം 31 വർഷം കഴിഞ്ഞു. സ്വാമിയുടെ ആ അന്ത്യയാത്ര ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് സ്വാമി തലവഴിഞ്ഞിരിക്കുന്ന കണ്ണറിഞ്ഞ ക്ഷേതനേറ്റ ആ ശരീരം ഇത് കാണുമ്പോൾ ഏതൊരു ചിന്മയ കുടുംബാംഗത്തിനും മനസ്സിൽ വല്ലാത്തൊരു നൊമ്പരം അനുഭവപ്പെടുന്നു. നമ്മൾ കണ്ടിട്ടുള്ള സ്വാമിജി അങ്ങനെയല്ലായിരുന്നു. നല്ല ഉയരവും ഖേദസുറ്റ തീക്ഷ്ണമായ ഉജ്ജ്വലമായ കണ്ണുകളും സദാ പുഞ്ചിരിയും തൂകുന്ന ആ സ്വാമിജി ഒരു വൈബ്രന്റ് ഊർജസ്വനായ ഒരു സ്വാമിജിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സ്വാമിജി നമ്മെ വിട്ടുപിരിഞ്ഞ് 31 വർഷം കഴിഞ്ഞു. എങ്കിലും ഒരു അദൃശ്യമായ ഒരു സാന്നിധ്യം സ്വാമിജിയെ നമ്മൾ അനുഭവിച്ചു വരുന്നു. കാരണം കഴിഞ്ഞ 31 വർഷത്തെ ചിന്മയാമിഷന്റെ പ്രവർത്തനം, ഉയർച്ച, വളർച്ച, നേരിട്ടുള്ള സ്ഥാപനങ്ങൾ എല്ലാം കണക്കെടുക്കുമ്പോൾ ഇന്നും ഒരു അദൃശ്യ ശക്തിയായി സ്വാമിജി നമ്മുടെ കൂടെ എല്ലാം തന്നെയുണ്ട്, ഒരു യഥാർത്ഥ കർമ്മയോഗി. അപ്പോൾ ഈ ദിനത്തിൽ പ്രധാനപ്പെട്ട ഈ ദിവസം സമാധി ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഗുരുദക്ഷിണ എന്ന നിലയിൽ ആ പാതാരബിന്ദങ്ങളിൽ നമുക്കെന്ത് സമർപ്പിക്കാം എന്നാലോചിക്കുകയാണെങ്കിൽ സ്വാമിജി തന്നെ രൂപം കൊടുത്ത ആ പ്രതിജ്ഞ, സ്നേഹാദരങ്ങൾ ബന്ധപ്പെട്ട ഒരു കുടുംബമായിട്ട് നമുക്ക് നിലകൊള്ളാം. ഒരു സൈന്യത്തെ പോലെ അച്ചടക്കത്തോടുകൂടി നമുക്ക് പ്രവർത്തിക്കാം. എല്ലാ നീചവാസനകളോടും നമുക്ക് പൊരുതാം. നമ്മുടെ മനസ്സിൽ നിന്നും വിദ്വേഷവും വെറുപ്പും നീചവാസനകളിൽ നിന്നും തീർത്തും ഉപേക്ഷിക്കാം. സാഹോദര്യത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. കൊടുക്കുന്നതിൽ നമ്മൾ അനുഭവിക്കുന്നതിൽ കൂടുതൽ കൊടുക്കുവാനുള്ളൊരു മനസ്സിന് നമുക്കുണ്ടാകണം. അതിനോടൊത്ത് വിശ്വസിക്കണം. മാത്രമല്ല ധീരവും സത്യസന്ധവുമായ ഒരു ബന്ധാവിൽ കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. ജഗദീശ്വരൻ്റെ കാരുണ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും വലിയ ഗുരുദക്ഷിണ.